നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 7ാം സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ 3ാമത്തെ യൂണിറ്റായ ആസിഡ്സ് ആൻഡ് ആൽക്കലീസിൻ്റെ 9ാമത്തെ പാർട്ട് വീഡിയോ ആണ്. വാട്ട് ഈസ് ദ കളർ ചേഞ്ച് ഓഫ് ഫിനോഫ്തലിൻ ഇൻ ആൽക്കലി ആൻഡ് ഇൻ ആസിഡ്? ആസിഡിലും ആൽക്കലിയിലും ഫിനോഫ്തലിൻ്റെ കളർ ചേഞ്ച്, കളർ വ്യത്യാസം അല്ലെങ്കിൽ കളർ മാറ്റം എന്താണ്? നിറവ്യത്യാസം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കളർലെസ് ഇൻ ആസിഡ്. ആസിഡിൽ ഫിനോഫ്തലിന് ഒരു കളറും കാണിക്കുന്നില്ല, കളർലെസ് ഇൻ ആസിഡ്. എന്നാൽ ആൽക്കലിയിൽ പിങ്ക് കളറാണ് കാണിക്കുന്നത്. ആൽക്കലിയാണ് നമ്മുടെ സൊല്യൂഷൻ എങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ഫിനോഫ്തലിന് ഒഴിച്ചു കഴിഞ്ഞാൽ അതിനെന്ത് കളർ കാണിക്കും? പിങ്ക് കളറായിരിക്കും കാണിക്കുന്നത്. എന്നാൽ ആസിഡാണ് നമ്മൾ എടുക്കുന്നത്, അതിൻ്റെ അകത്ത് ഫിനോഫ്തലിന് ഒഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു കളർ മാറ്റവും ഉണ്ടാകുന്നില്ല, കളർലെസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ചേഞ്ച് ഓഫ് മീഥൈൽ ഓറഞ്ച് ഇൻ ആൽക്കലി ആൻഡ് ഇൻ ആസിഡ്? അതായത് നമ്മുടെ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഫിനോഫ്തലിനും മീഥൈൽ ഓറഞ്ചും. ഇനി മീഥൈൽ ഓറഞ്ചിന് ആസിഡിലും ആൽക്കലിയിലും കാണിക്കുന്ന കളർ ചേഞ്ച് എന്താണ്? പെയിൽ പിങ്ക് ഇൻ ആസിഡ്. മീഥൈൽ ഓറഞ്ചിന് ആസിഡിൽ ഉണ്ടാകുന്ന കളർ ചേഞ്ച് എന്ന് പറയുന്നത് പെയിൽ പിങ്ക്, അതായത് ലൈറ്റ് കളറിലുള്ള പിങ്ക് ആയിരിക്കും, ലൈറ്റ് കളറിലുള്ള പിങ്ക് ആയിരിക്കും ആസിഡിൽ. എന്നാൽ ആൽക്കലിയിൽ മീഥൈൽ ഓറഞ്ചിന് ഉണ്ടാകുന്ന കളർ എന്ന് പറയുന്നത് പെയിൽ യെല്ലോ, ലൈറ്റ് കളറായിട്ടുള്ള യെല്ലോ കളറാണ് ആൽക്കലിയിൽ ഏതിൻ്റെ? മീഥൈൽ ഓറഞ്ചിൻ്റെ കളർ ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ആസിഡിൽ പെയിൽ പിങ്കും ആൽക്കലിയിൽ പെയിൽ യെല്ലോയുമാണ് കളർ ചേഞ്ച്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഈസ് എ മിക്സ്ചർ ഓഫ് ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ്. ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഡിഫറെൻറ്റ് സൂചകങ്ങൾ, വ്യത്യസ്ത ഇനം സൂചകങ്ങളുടെ ഒരു മിശ്രിതമാണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ. ഡിപ്പെൻഡിങ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ദി അസിഡിക് ഓർ ആൽക്കലൈൻ നേച്ചർ ഓഫ് ദി സൊല്യൂഷൻ, യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഗീവ്സ് ഡിഫറെൻറ്റ് കളേഴ്സ്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന സൊല്യൂഷൻ്റെ അസിഡിക് നേച്ചറിൻ്റെയും ആൽക്കലൈൻ നേച്ചറിൻ്റെയും സ്ട്രെങ്ത് അനുസരിച്ച് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്ത ഇനം കളേഴ്സ് ലഭിക്കും, വ്യത്യസ്ത കളറായിരിക്കും ലഭിക്കുന്നത്. ഈ കളേഴ്സ് നമുക്ക് ആ കുപ്പിയുടെ അല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഇരിക്കുന്ന കുപ്പിയുടെ പുറത്തുള്ള കളർ ചാർട്ടുമായിട്ട് ഒത്തുനോക്കാവുന്നതാണ്. ഒത്തുനോക്കി നമുക്ക് ഏത് ടൈപ്പിലുള്ള സൊല്യൂഷനാണ് നമ്മളുടെ കയ്യിലിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയും. മനസ്സിലായല്ലോ? യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ സാർവിക സൂചകം. അപ്പോൾ എന്താണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ? അതിൻ്റെ ഡെഫിനിഷനാണ് പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഈസ് എ മിക്സ്ചർ ഓഫ് ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ്. ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു മിശ്രിതമാണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ. ഡിപ്പെൻഡിങ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ദി അസിഡിക് ഓർ ദ ആൽക്കലൈൻ നേച്ചർ ഓഫ് സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ്റെ ആൽക്കലൈൻ നേച്ചറിൻ്റെയും അസിഡിക് നേച്ചറിൻ്റെ സ്ട്രെങ്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്താണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ പല കളേഴ്സും നമുക്ക് തരുന്നത്. ഈ കളേഴ്സിനെ നമുക്ക് ദീസ് കളേഴ്സ് ക്യാൻ ബി കമ്പയർഡ് വിത്ത് ദ കളർ ചാർട്ട് അഫിക്സ്ഡ് ഔട്ട്സൈഡ് ദ ബോട്ടിൽ. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഇരിക്കുന്ന ആ ഒരു ബോട്ടിലിൻ്റെ പുറത്ത് പല കളർ കാണിച്ചിട്ടുണ്ടാവും, അതിൻ്റെ സ്വഭാവ സവിശേഷത എന്താണെന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കി ഒത്തുനോക്കി നമുക്ക് തന്നിട്ടുള്ള സൊല്യൂഷൻ ഏത് തരത്തിലുള്ളതാണ് എന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ കഴിയും, നമുക്ക് തീരുമാനിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഈസ് എ മിക്സ്ചർ ഓഫ് ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ്. ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു മിക്സ്ചറാണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ. ഡിപ്പെൻഡിങ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ദി അസിഡിക് ഓർ ദ ആൽക്കലൈൻ നേച്ചർ ഓഫ് സൊല്യൂഷൻ, നമ്മളെ കയ്യിലുള്ള സൊല്യൂഷൻ്റെ ആൽക്കലൈൻ നേച്ചറിനെയും അസിഡിക് നേച്ചറിൻ്റെയും സ്ട്രെങ്തിനെ ഡിപ്പെൻഡ് ചെയ്ത് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ ഗീവ്സ് ഡിഫറെൻറ്റ് കളേഴ്സ്. യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ നമുക്ക് പല തരത്തിലുള്ള വ്യത്യസ്ത കളറ് നൽകുന്നു. ദീസ് കളേഴ്സ് ക്യാൻ ബി കമ്പയർഡ് വിത്ത് ദ കളർ ചാർട്ട് അഫിക്സ്ഡ് ഔട്ട്സൈഡ് ദ ബോട്ടിൽ. ബോട്ടിലിൻ്റെ പുറത്ത് ഒട്ടിച്ചിട്ടുള്ള കളർ ചാർട്ടുമായിട്ട് കമ്പയർ ചെയ്ത് ഈ സൊല്യൂഷൻ ഏത് ടൈപ്പാണ് നമുക്ക് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ്, വെൻ ആസിഡ് ആൻഡ് ആൽക്കലി മിക്സ് ടുഗദർ. ആസിഡും ആൽക്കലിയും നമ്മൾ പരസ്പരം മിക്സ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? അതാണ് നമ്മൾ നോക്കാം. വാട്ട് ഹാപ്പൻസ് വെൻ ഡൈലൂട്ട് സൊല്യൂഷൻസ് ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് കാസ്റ്റിക് സോഡ ആർ മിക്സഡ് ടുഗദർ. ഹൈഡ്രോക്ലോറിക് ആസിഡും ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും കാസ്റ്റിക് സോഡയും നമ്മൾ പരസ്പരം മിക്സ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് സംഭവിക്കുന്നത് നോക്കാം. ടേക്ക് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ എ ബ്യൂററ്റ്. ഒരു ബ്യൂററ്റ് എടുക്കുക, അതിൻ്റെ അകത്ത് കുറച്ച് ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. ദെൻ ആഡ് 20 മില്ലി കാസ്റ്റിക് സോഡ സൊല്യൂഷൻ ഇൻ ടു എ കോണിക്കൽ ഫ്ലാസ്ക് യൂസിങ് എ പിപ്പറ്റ്. ഒരു പിപ്പറ്റ് ഉപയോഗിച്ച് 20 മില്ലി കാസ്റ്റിക് സോഡ സൊല്യൂഷൻ എടുക്കുക, അതൊരു കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യുക. ദെൻ ആഡ് 2 drops ഓഫ് ഫിനോഫ്തലിൻ ഇൻ ടു ദ ഫ്ലാസ്ക് ആൻഡ് സ്റ്റെയർ വെൽ. അതിന് ശേഷം നമ്മൾ
ഒരു 2 ഡ്രോപ്പ് ഫിനോഫ്തലിൻ നമ്മൾ ഈ കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ കോണിക്കൽ ഫ്ലാസ്കിൽ ഇപ്പോൾ ഇരിക്കുന്ന സൊല്യൂഷൻ ഏതാണ്? കാസ്റ്റിക് സോഡയാണ് അല്ലേ. ഈ കാസ്റ്റിക് സോഡ സൊല്യൂഷനിൽ നമ്മൾ 2 ഡ്രോപ്പ് ഫിനോഫ്തലിൻ ആഡ് ചെയ്യുമ്പോൾ കാസ്റ്റിക് സോഡ സൊല്യൂഷൻ്റെ കളർ എങ്ങനെ ചേഞ്ച് ചെയ്യും? കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത് എന്താണ്? ആൽക്കലിയാണ് അല്ലേ. ആൽക്കലിയിൽ നമ്മൾ ഫിനോഫ്തലിൻ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ എന്തായി മാറും? പിങ്ക് കളറായി മാറും അല്ലേ. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ആൽക്കലിയിൽ ഫിനോഫ്തലിൻ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ എന്താവും? പിങ്ക് കളർ. അപ്പോൾ നമ്മുടെ കാസ്റ്റിക് സോഡ എന്ന് പറയുന്നത് ആൽക്കലിയാണ്. അതിൻ്റെ അകത്ത് 2 ഡ്രോപ്സ് ഫിനോഫ്തലിൻ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ എന്തായി മാറും? ഒരു പിങ്ക് കളറായി മാറും. ആൻഡ് സ്റ്റയർവെൽ എന്ന് വെച്ചാൽ നന്നായിട്ട് ഇളക്കുക. ദെൻ പ്ലേസ് ദ കോണിക്കൽ ഫ്ലാസ്ക് ബിലോ ദ സ്റ്റോപ്പ് കോക്ക് ഓഫ് ദി ബ്യൂററ്റ്. ബ്യൂററ്റിൻ്റെ സ്റ്റോപ്പ് കോക്കിൻ്റെ അടിയിലേക്ക് നമ്മൾ ഈ കോണിക്കൽ ഫ്ലാസ്കിനെ വയ്ക്കുക. ഓപ്പൺ ദ സ്റ്റോപ്പ് കോക്ക് സ്ലോലി. എന്നിട്ട് ആ സ്റ്റോപ്പ് കോക്ക് പതുക്കെ നമ്മൾ ഓപ്പൺ ചെയ്യുക. ആൻഡ് ആഡ് ദ ആസിഡ്. നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടല്ലോ, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് ആഡ് ചെയ്യുക. വൈൽ സ്വിർലിംഗ് ഇറ്റ് കണ്ടിന്യൂസ്ലി. അതായത് ഈ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് നമ്മൾ ആസിഡ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ കോണിക്കൽ ഫ്ലാസ്കിലിരിക്കുന്ന ആ സൊല്യൂഷൻ ഉണ്ടല്ലോ, ഫിനോഫ്തലിനും കോസ്റ്റിക് സോഡയും കൂടെ മിക്സ് ചെയ്ത ആ സൊല്യൂഷനും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. സ്വിർലിംഗ് എന്ന് വെച്ചാൽ ഇളക്കിക്കൊണ്ടിരിക്കുക. ക്ലോസ് ദ സ്റ്റോപ്പ് കോക്ക് വെൻ ദ കളർ ഓഫ് ദി ആൽക്കലി ഇൻ ദ കോണിക്കൽ ഫ്ലാസ്ക് ജസ്റ്റ് ഡിസപ്പിയേഴ്സ്. ആ സ്റ്റോപ്പ് കോക്ക് ഓഫ് ചെയ്യുക എപ്പോഴാണ്? കോണിക്കൽ ഫ്ലാസ്കിലെ ഇരിക്കുന്ന ആൽക്കലിയുടെ കളർ ഡിസപ്പിയർ ആവുന്ന സമയത്ത്. അതായത് ആ ഒരു പിങ്ക് കളർ ഉണ്ടല്ലോ, ആ കളർ മാറി അതൊരു വൈറ്റ് കളർ ആവുന്ന സമയത്ത് നമ്മൾ സ്റ്റോപ്പ് കോക്ക് ഓഫ് ചെയ്യുക. എക്സാമിൻ വെദർ ദ കളർലെസ് സൊല്യൂഷൻ ഇൻ ദ കോണിക്കൽ ഫ്ലാസ്ക് ഈസ് ആസിഡിക് ഓർ ആൽക്കലൈൻ. നമ്മുടെ കോണിക്കൽ ഫ്ലാസ്കിലിരിക്കുന്ന ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, അത് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ എന്ന് നോക്കുക. യൂസിങ് ബോത്ത് റെഡ് ആൻഡ് ബ്ലൂ ലിറ്റ്മസ് പേപ്പേഴ്സ്. നമ്മൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പറും റെഡ് ലിറ്റ്മസ് പേപ്പറും എടുത്ത് ആ കോണിക്കൽ ഫ്ലാസ്കിലിരിക്കുന്ന സൊല്യൂഷൻ അസിഡിക് നേച്ചറാണോ ആൽക്കലൈൻ നേച്ചറാണോ കാണിക്കുന്നതെന്ന് നോക്കുക. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ഇത് ആസിഡിൻ്റെയും ആൽക്കലിയുടെയും സ്വഭാവമില്ലാത്ത ഒരു സൊല്യൂഷനാണ്. അതായത് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇനി എന്താണ് ന്യൂട്രലൈസേഷൻ എന്നുള്ളതാണ് പറയുന്നത്. വെൻ ഡെഫിനിറ്റ് എമൗണ്ട്സ് ഓഫ് ആസിഡ് ആൻഡ് ആൽക്കലി ആർ മിക്സഡ്. ഒരു ഡെഫിനിറ്റ് എമൗണ്ടിലുള്ള ആസിഡും ആൽക്കലിയും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ദെയർ അസിഡിക് ആൻഡ് ആൽക്കലൈൻ നേച്ചേഴ്സ് ആർ ലോസ്റ്റ്. അവയുടെ അസിഡിക് നേച്ചറും ആസിഡ് സ്വഭാവവും ആൽക്കലൈൻ നേച്ചറും ആൽക്കലി സ്വഭാവവും നഷ്ടപ്പെടുന്നു. ആൻഡ് സാൾട്ട് ആൻഡ് വാട്ടർ ആർ ഫോംഡ്. എന്നിട്ട് അവിടെ എന്തൊക്കെ ഫോം ചെയ്യുന്നു? വാട്ടറും സാൾട്ടും, അതായത് ജലവും ലവണവും അവിടെ ഫോം ചെയ്യുന്നു. ദിസ് ഈസ് കാൾഡ് ന്യൂട്രലൈസേഷൻ. ഇതിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ന്യൂട്രലൈസേഷൻ എക്സാമ്പിളാണ്. ന്യൂട്രലൈസേഷൻ എന്ന ആ ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇതാ താഴെ പറഞ്ഞിട്ടുണ്ട് ആസിഡ് പ്ലസ് ആൽക്കലി. ഒരു കൃത്യമായിട്ട് അളവിലുള്ള ആസിഡും ആൽക്കലിയും നമ്മൾ എന്താണ് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ എന്താ കിട്ടുന്നത് നമുക്ക്? ഗീസ് സോൾട്ട് ആൻഡ് വാട്ടർ. സോൾട്ടും വാട്ടറും നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതാണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളതാണ് ബ്യൂററ്റ് എന്ന് പറയുന്നത്. ഇതിൽ സ്റ്റോപ്പ് കോക്ക് ഇത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അതിൻ്റെ ടിപ്പ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, വോളിയം മാർക്കിംഗ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ നോക്കി നമുക്ക് എത്ര വോളിയത്തിലുള്ള സൊല്യൂഷനാണ് എടുക്കേണ്ടതെന്ന് കറക്റ്റ് എടുക്കാൻ പറ്റും. സ്റ്റോപ്പ് കോക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ബ്യൂററ്റിൻ്റെ അകത്തുള്ള സൊല്യൂഷൻ വരുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. When hydrochloric acid and sodium hydroxide are combined, sodium chloride and water are formed. നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് സോഡയും തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകുന്നത്? കോമൺ സാൾട്ട് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡും പിന്നെ വാട്ടറും ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അടുത്തത് വൈ ആർ ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് ഫിനോഫ്തലിൻ യൂസ്ഡ് വൈൽ കണ്ടക്ടിങ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ന്യൂട്രലൈസേഷൻ നടത്തുമ്പോൾ നമ്മൾ ഫിനോഫ്തലിൻ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? അതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ കളർ ചേഞ്ച് കറക്റ്റായിട്ട് മനസ്സിലാവാനാണ്. കാരണം നമ്മൾ കാസ്റ്റിക് സോഡയിലെ ഫിനോഫ്തലിൻ ഒഴിക്കുമ്പോൾ നമുക്കൊരു പിങ്ക് കളർ കിട്ടും. അതിനുശേഷം നമ്മൾ ആസിഡ് ഇങ്ങനെ തുള്ളിയായിട്ട് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ കളർ ഡിസപ്പിയർ ആവും. അപ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത് അത് ന്യൂട്രൽ സൊല്യൂഷനായി എന്നുള്ളത്. ആസിഡിൻ്റെയും ആൽക്കലിയുടെയും സ്വഭാവമില്ലാത്ത ഒരു ന്യൂട്രൽ സൊല്യൂഷനായി എന്നുള്ളത് മനസ്സിലാക്കുന്നത് ആ ഒരു കളർ ചേഞ്ച് വഴിയാണ്. അങ്ങനെ കളർ ചേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡിക്കേറ്ററായ ഫിനോഫ്തലിൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. വെൻ ആസിഡ് ആൻഡ് ആൽക്കലി കമ്പൈൻ ടുഗദർ ബോത്ത് ഓഫ് ദം ലോസ് ദെയർ പ്രോപ്പർട്ടീസ്. ആസിഡും ആൽക്കലിയും കമ്പൈൻ ചെയ്യുമ്പോൾ അവയ്ക്ക്
രണ്ടിൻ്റെയും പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നു. ആ ഒരു സൊല്യൂഷന് രണ്ടിൻ്റെയും പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്നു. സോയിൽ ഇൻ കേരള ഈസ് ജനറലി അസിഡിക് ഇൻ നേച്ചർ. കേരളത്തിലെ സോയിൽ മണ്ണെന്ന് പറയുന്നത് ആസിഡ് സ്വഭാവമുള്ളവയാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ് നൗ വൈ ലൈം വിച്ച് ഈസ് ആൽക്കലൈൻ ഈസ് ആഡഡ് ടു ദ സോയിൽ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ലൈം നമ്മൾ ആൽക്കലൈൻ നേച്ചറുള്ള ലൈം കുമ്മായം അത് നമ്മൾ ഈ മണ്ണിലൊക്കെ ആഡ് ചെയ്യുന്നത്, ആൾക്കാർ ആഡ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അതെന്തിനാണെന്നുള്ളത് ഇപ്പം മനസ്സിലായല്ലോ. ആ മണ്ണിൻ്റെ ആസിഡിക് സ്വഭാവം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്തിന് നമ്മൾ ലൈം ആഡ് ചെയ്യുന്നത് മണ്ണിൽ, കേട്ടോ. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് ന്യൂട്രലൈസേഷൻ. എന്താണ് ന്യൂട്രലൈസേഷൻ അല്ലെങ്കിൽ നിർവീരീകരണം? വെൻ ഡെഫിനിറ്റ് എമൗണ്ട്സ് ഓഫ് ആസിഡ് ആൻഡ് ആൽക്കലി ആർ മിക്സഡ്, അതായത് ഒരു ഡെഫിനിറ്റ് എമൗണ്ട് നിശ്ചിത അളവിലുള്ള ആസിഡും ആൽക്കലിയും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ചേർക്കുമ്പോൾ ദെയർ അസിഡിക് ആൻഡ് ആൽക്കലൈൻ നേച്ചേഴ്സ് ആർ ലോസ്റ്റ്, അവയുടെ അസിഡിക് നേച്ചറും ആൽക്കലൈൻ നേച്ചറും നഷ്ടപ്പെടുന്നു. ആൻഡ് സോൾട്ട് ആൻഡ് വാട്ടർ ആർ ഫോംഡ്, എന്നിട്ട് അവിടെ എന്തൊക്കെ ഫോം ചെയ്യുന്നു? സോൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നു. ദിസ് ഈസ് കാൾഡ് ന്യൂട്രലൈസേഷൻ. ഇതിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? വെൻ ഡെഫിനിറ്റ് എമൗണ്ട്സ് ഓഫ് ആസിഡ് ആൻഡ് ആൽക്കലി ആർ മിക്സഡ്, ഒരു ഡെഫിനിറ്റ് എമൗണ്ടിലുള്ള ആസിഡും ആൽക്കലിയും നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ദെയർ അസിഡിക് ആൻഡ് ആൽക്കലൈൻ നേച്ചേഴ്സ് ആർ ലോസ്റ്റ്, അവയുടെ അസിഡിക് സ്വഭാവവും ആൽക്കലൈൻ സ്വഭാവവും നഷ്ടപ്പെടുന്നു. ആൻഡ് സോൾട്ട് ആൻഡ് വാട്ടർ ആർ ഫോംഡ്, അപ്പോൾ അവിടെ സോൾട്ടും വാട്ടറും ഫോം ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നത്. അതിന് താഴെ ഒരു ഇക്വേഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ആസിഡ് പ്ലസ് ആൽക്കലി, ഒരു ഡെഫിനിറ്റ് എമൗണ്ടിലുള്ള ആസിഡോ ആൽക്കലിയും തമ്മിൽ പ്ലസ് ചെയ്യാണ്, അതായത് കൂട്ടിച്ചേർക്കുകയാണ്. ഗീവ്സ് എന്താ കിട്ടുന്നത്? ഒരു ആരോ കൊടുത്തിട്ട് എന്താ കിട്ടുന്നത്? അപ്പോൾ നമുക്ക് സോൾട്ട് ആൻഡ് വാട്ടർ, സോൾട്ട് പ്ലസ് വാട്ടർ, സോൾട്ടും വാട്ടറും നമുക്ക് ലഭിക്കും. ഇതാണ് ന്യൂട്രലൈസേഷൻ. നെക്സ്റ്റ് നമുക്ക് പറയാൻ പോകുന്നത് പി എച്ച് വാല്യൂ. പി എച്ച് പേപ്പർ ഈസ് യൂസ്ഡ് ടു എക്സാമിൻ വെദർ എ സബ്സ്റ്റൻസ് ഈസ് അസിഡിക് ഓർ ആൽക്കലൈൻ. ഒരു സബ്സ്റ്റൻസ് അസിഡിക് ആണോ അല്ലെങ്കിൽ ആൽക്കലൈൻ സ്വഭാവമുള്ളതാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പി എച്ച് പേപ്പർ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഈ ലിറ്റ്മസ് പേപ്പർ ഉണ്ടല്ലോ, ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട് നമുക്ക് അത്ര കറക്റ്റായിട്ടുള്ള അസിഡിക് നേച്ചറാണോ ആൽക്കലൈൻ നേച്ചറാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പി എച്ച് പേപ്പർ യൂസ് ചെയ്യുന്നത്. ഇഫ് പി എച്ച് വാല്യൂ ഈസ് 7, പി എച്ചിൻ്റെ വാല്യൂ 7 ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ ന്യൂട്രൽ സബ്സ്റ്റൻസ്. അതിൻ്റെ അർത്ഥം അതൊരു ന്യൂട്രൽ സബ്സ്റ്റൻസ് എന്നാണ്. ഇറ്റ് മീൻസ് ദ സബ്സ്റ്റൻസ് ഈസ് നെയ്തർ ആസിഡിക് ഓർ നോർ ആൽക്കലൈൻ. അതായത് ആ സബ്സ്റ്റൻസ് അസിഡിക്കും അല്ല ആൽക്കലൈനും അല്ല. ദ പി എച്ച് വാല്യൂ ഓഫ് പ്യുവർ വാട്ടർ ഈസ് 7 ആണ് നമ്മുടെ പ്യുവർ വാട്ടർ, ശുദ്ധജലത്തിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? പി എച്ച് വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. വെൻ ദ പി എച്ച് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 7, പി എച്ച് വാല്യൂ ഇവിടെ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 7-നേക്കാട്ടിലും വലുതാണെങ്കിൽ, 7-നേക്കാട്ടിലും കൂടുതലാണെങ്കിൽ ദ സബ്സ്റ്റൻസ് ഈസ് ആൽക്കലൈൻ. ആ സബ്സ്റ്റൻസ് ആൽക്കലൈൻ ആയിരിക്കും. 7-നെക്കാട്ടിലും കൂടുതലാണ് പി എച്ച് എങ്കിൽ ആ സബ്സ്റ്റൻസ് ആൽക്കലൈൻ സബ്സ്റ്റൻസ് ആയിരിക്കും. ആൻഡ് വെൻ ഇറ്റ് ഈസ് ലെസ് ദാൻ 7, ഇനി പി എച്ച് 7-നെക്കാട്ടിയും കുറവാണെങ്കിൽ അതെന്തായിരിക്കും? ആസിഡിക് ആയിരിക്കും. പി എച്ച് 7-നെക്കാട്ടിയും കുറവാണെങ്കിൽ ആസിഡിക് ആയിരിക്കും, 7-നെക്കാട്ടിയും കൂടുതലാണെങ്കിൽ അത് ആൽക്കലൈൻ ആയിരിക്കും. ഓർത്ത് വെച്ചേക്കണം. പി എച്ച് വാല്യൂ 7 ആണെങ്കിൽ ന്യൂട്രൽ, പി എച്ച് വാല്യൂ 7-നെക്കാട്ടിയും ഗ്രേറ്റർ ആണെങ്കിൽ ആൽക്കലൈൻ, പി എച്ച് വാല്യൂ 7-നെക്കാട്ടിയും കുറവാണെങ്കിൽ അത് ആസിഡിക് സബ്സ്റ്റൻസ് ആയിരിക്കും. എ കളർ ചാർട്ട് മാർക്ക് വിത്ത് പി എച്ച് വാല്യൂ ഈസ് അവൈലബിൾ എലോങ് വിത്ത് എ പി എച്ച് പേപ്പർ. പി എച്ച് പേപ്പറിൻ്റെ കൂടെ നമുക്ക് പി എച്ച് വാല്യൂ എന്താണ് അടയാളപ്പെടുത്തിയിട്ടുള്ള ചാർട്ടും ലഭിക്കുന്നതാണ്. The color change produced when a pH paper is dipped in a solution is compared with the color chart to find whether the solution is acidic or alkaline in nature. അതായത് നമ്മളിപ്പോൾ എടുക്കുന്ന സൊല്യൂഷനിൽ പി എച്ച് പേപ്പർ മുക്കിയിട്ട് ഏത് കളറാണോ ഉണ്ടാകുന്നത് ആ കളർ ചേഞ്ച് ആ പി എച്ച് പേപ്പറിൻ്റെ പുറത്തുള്ള ആ ഒരു വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതിലൊരു കളർ ചാർട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കളർ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പിലുള്ള സബ്സ്റ്റൻസ് ആണ് എന്നുള്ളത് അറിയാൻ കഴിയും. നെക്സ്റ്റ് നമുക്ക് സോയിലിൻ്റെ പി എച്ച് വാല്യൂ. സാധാരണ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിലെ മണ്ണ് എന്താണ് ആസിഡിക് നേച്ചർ ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ സോയിലിൻ്റെ പി എച്ച് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ഗ്ലാസ് എടുക്കുക, അതിൻ്റെ അകത്ത് കുറച്ച് മണ്ണിടുക, ആ മണ്ണിലേക്ക് ജലം അതിൻ്റെ മൂടത്തൊക്കെ വിധം ഒഴിക്കുക, അതിനുശേഷം നന്നായിട്ട് ഇളക്കുക, അതിനുശേഷം കുറച്ച് നേരം വച്ചിട്ട് ആ തെളിഞ്ഞു വരുന്ന ജലമല്ലേ അതിനെ നമ്മൾ വേറൊരു ഗ്ലാസ്സിലേക്ക് പകർത്തിയെടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ പി എച്ച് പേപ്പർ മുക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കളർ ചേഞ്ച് നോക്കി മണ്ണിൻ്റെ പി എച്ച് എത്രയാണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണ് ആസിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ
ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റൊമക് ടു സപ്പോർട്ട് ദ ഡൈജഷൻ ഓഫ് ഫുഡിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ട് നമ്മൾ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മുടെ വയറിൽ സ്റ്റൊമക്കിൽ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അറ്റ് ടൈംസ് വെൻ ഫുഡ് ഈസ് നോട്ട് ടേക്കൺ പ്രോപ്പർലി ഓർ വെൻ ഇനഫ് വാട്ടർ ഈസ് നോട്ട് കൺസ്യൂംഡ് ആൻഡ് അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ആർ ഫോളോഡ് ദ എമൗണ്ട് ഓഫ് ആസിഡ് ഇൻക്രീസസ് ഇൻ ദ സ്റ്റൊമക്. നമ്മൾ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിലോ കറക്റ്റായിട്ട് വെള്ളം കുടിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിലുള്ള ആസിഡിൻ്റെ എമൗണ്ട് കൂടും. ദിസ് ഈസ് കാൾഡ് അസിഡിറ്റി. ഇതിനെയാണ് നമ്മൾ അസിഡിറ്റി എന്ന് പറയുന്നത്. ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ദ മെഡിസിൻസ് കണ്ടെയ്നിങ് ആൽക്കലി ടു ഓവർകം ദിസ്. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സ് ആൽക്കലി അടങ്ങിയിട്ടുള്ള മെഡിസിൻസ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, അസിഡിറ്റിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കുറച്ച് ആസിഡ്സ് കൊടുത്തിട്ടുണ്ട്. വിനെഗർ നമ്മുടെ പിക്കിൾസിലും മറ്റ് ഫുഡ് സബ്സ്റ്റൻസിലും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. പിന്നെ സിട്രിക് ആസിഡ് ഫുഡ് പ്രിസർവേഷൻ ആൻഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സിലും ഫുഡ് പ്രിസർവേറ്റീവ്സിലൊക്കെ സിട്രിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് നൈട്രിക് ആസിഡ് ആൻഡ് സൾഫ്യൂറിക് ആസിഡ് മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പിന്നെ പെയിൻറ്റ്സ്, ഡൈസ്, ഇതിൻ്റെയൊക്കെ എന്താണ് നിർമ്മാണത്തിന് നൈട്രിക് ആസിഡും സൾഫ്യൂറിക് ആസിഡും ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് സൾഫ്യൂറിക് ആസിഡ് ഓട്ടോമൊബൈൽ ബാറ്ററി, വാഹനങ്ങളുടെ ബാറ്ററി ഉണ്ടല്ലോ, ആ ബാറ്ററിയിൽ സൾഫ്യൂറിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ടാനിക് ആസിഡ് പ്രൊഡക്ഷൻ ഓഫ് ഇങ്ക് ആൻഡ് ലെതർ. ഇങ്ക് എന്ന് വെച്ചാൽ നമ്മുടെ മഷിയുടെയും പിന്നെ ലെതറിൻ്റെയും നിർമ്മാണത്തിന് ടാനിക് ആസിഡ് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ആസിഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ആൽക്കലി ഉപയോഗിക്കുന്ന എവിടെയൊക്കെയാണ്? മാനുഫാക്ചർ ഓഫ് സോപ്പിൻ്റെ മാനുഫാക്ചർ, സോപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. മാനുഫാക്ചർ ഡിറ്റർജൻറ്റ്സ് ആൻഡ് സെറാമിക് പ്ലേറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ മാനുഫാക്ചറിങ്ങിനും പിന്നെ ഡിറ്റർജൻറ്റിൻ്റെ മാനുഫാക്ചറിങ്ങിനും ആൽക്കലി യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ പർപ്പസ്, വ്യാവസായിക ഉപയോഗത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടറിൻ്റെ ശുദ്ധീകരണത്തിന്, ജലശുദ്ധീകരണത്തിനും ആൽക്കലി യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത ഇവിടെ ഒരു സോപ്പ് നിർമ്മിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മെറ്റീരിയൽസും എന്തൊക്കെ വേണം, അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ഈ യൂണിറ്റിൽ ഉള്ളത്. പറഞ്ഞു തരാം കൂടെ. മെറ്റീരിയൽസ് റിക്വയർഡ്, ഇതിനാവശ്യമായിട്ടുള്ള സോപ്പ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്: സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ കാസ്റ്റിക് സോഡ 180 ഗ്രാം, കോക്കനട്ട് ഓയിൽ 1 കിലോഗ്രാം, വാട്ടർ 350 മില്ലി, സോഡിയം സിലിക്കേറ്റ് 100 ഗ്രാം, സ്റ്റോൺ പൗഡർ അല്ലെങ്കിൽ ടാൽക്കം പൗഡർ 100 ഗ്രാം. നമുക്ക് ഏത് മണമുള്ള സോപ്പാണോ വേണ്ടത് ആ മണമുള്ള ടാൽക്കം പൗഡർ എടുക്കണം കേട്ടോ. അപ്പം അതിൻ്റെ പ്രൊസീജിയറാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസോൾവ് കാസ്റ്റിക് സോഡ ഇൻ വാട്ടർ ടേക്കൺ ഇൻ എ സ്റ്റീൽ വെസൽ. ഒരു സ്റ്റീൽ വെസൽ എടുത്തിട്ട്, അപ്പോൾ അവിടെ സ്റ്റീൽ വെസൽ തന്നെ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്റ്റീൽ വെസൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ കാസ്റ്റിക് സോഡ വാട്ടറിൽ നന്നായിട്ട് ലയിപ്പിക്കുക. ഹീറ്റ് ഈസ് ലിബറേറ്റഡ് വെൻ കാസ്റ്റിക് സോഡ ഡിസോൾവ് ഇൻ വാട്ടർ. വാട്ടറിൽ കാസ്റ്റിക് സോഡ പിന്നെ ലയിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഒരു സ്റ്റീൽ വെസൽ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ടേക്സ് 3 to 4 hours ഫോർ ദ സൊല്യൂഷൻ ടു ഗെറ്റ് കൂൾഡ്. എന്നിട്ട് ഈ സൊല്യൂഷൻ കൂൾ ആവാൻ വേണ്ടിയിട്ട് 3-4 മണിക്കൂർ എടുക്കും. When the solution cools, pour it slowly into the coconut oil taken in a plastic or steel vessel and stir it. ഇത് കൂളായതിനു ശേഷം ഈ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സൊല്യൂഷനില്ലേ അതിന് നമ്മൾ കോക്കനട്ട് ഓയിലിലോട്ട് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ആഡ് സ്റ്റോൺ പൗഡർ ആൻഡ് സോഡിയം സിലിക്കേറ്റ്. ദിസ് ഈസ് ടു ഇൻക്രീസ് ദ ഹാർഡ്നെസ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സോപ്പ്. സോപ്പിൻ്റെ അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുന്നതിന് വേണ്ടിയിട്ട്, ക്വാണ്ടിറ്റി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച്, പിന്നെ അതിന് ഹാർഡ്നെസ് കിട്ടാൻ, നല്ല ഒരു കട്ടി കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്റ്റോൺ പൗഡറും അല്ലെങ്കിൽ ടാൽക്കം പൗഡറും പിന്നെ സോഡിയം സിലിക്കേറ്റും ഉപയോഗിക്കുക. Stir well till the mixture solidifies. Perfumes and dyes may be added for fragrance and attractive color. ഒരു കളർ വരാൻ വേണ്ടിയിട്ട് കളറോ അല്ലെങ്കിൽ നല്ല മണം വരാൻ വേണ്ടിയിട്ട് പെർഫ്യൂംസ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. Pour the above mixture into molds in 3 to 4 days. 3 മുതൽ 4 ദിവസം വരെ ഈ നമ്മൾ ഉണ്ടാക്കിയ മിക്സ്ചർ ഉണ്ടല്ലോ ഏതെങ്കിലും ഒരു മോൾഡിലൊക്കെ വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയാക്കി എടുക്കാം. ദ മിക്സ്ചർ ബിക്കംസ്. ഇപ്പോൾ ആ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു സോപ്പായി മാറ്റി. ദ സോപ്പ് ടേക്കൺ ഫ്രം മോൾഡ്സ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ആഫ്റ്റർ 2 weeks. 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മോൾഡിൽ നിന്നുള്ള സോപ്പ് എടുത്ത് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് മേക്കിംഗ് സോപ്പ് അവർ സെൽഫ്? നമ്മൾ സോപ്പ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഉണ്ടാകുന്നത്?